സൈബർ ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം 24 മണിക്കൂറിനിടെ ഇങ്ങനെ പ്രളയം പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഒഴുകി വന്നതാണ് CPM നേതാവ്, 2 CPM നേതാക്കൾക്കെതിരെയുള്ള അസത്യ പ്രചരണം. അതിലൊന്ന് നമ്മുടെ KJ ഷൈൻ ടീച്ചറാണ്. ഷൈൻ ടീച്ചറെ നിങ്ങൾക്കറിയാം, എറണാകുളത്ത് ലോക്സഭാ മണ്ഡലത്തിലെ CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ ആ സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഷൈൻ ടീച്ചർ. പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന CPMന്റെ ആരോപണം അതേസമയം DCC തള്ളിയിട്ടുണ്ട്. നമുക്കൊപ്പം രാവിലെ ഈ സുന്ദരമായ പ്രഭാതത്തിൽ KJ ഷൈൻ ടീച്ചറും ഭർത്താവ് ഡെന്യൂസ് തോമസും ഒരുമിച്ച് ചേരുന്നുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് ഡെന്യൂസ്, വെരി ഗുഡ് മോർണിംഗ് ഷൈൻ ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊരു ഉന്മേഷം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഷൈൻ ടീച്ചർ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് കാലമായിട്ട് അധികം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ ലഭിച്ചു. അതിന് സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ അതിൻ്റെ ആ ചെളിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, വാഷ് ഔട്ട് ചെയ്യണം. ഷൈൻ ടീച്ചർ, ഇത് നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണതയാണ്. പേരും നാളും അഡ്രസ്സും മേൽവിലാസവും മുഖവും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ഇരുന്ന് പടച്ചു വിടുന്ന ഒരു കാര്യം പിന്നീട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏറ്റെടുത്ത് യൂട്യൂബ് വഴി, പിന്നീട് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴി, പിന്നീട് ചില ഗ്രൂപ്പുകൾ വഴി വലിയ പ്രചരണം നടത്തുന്നത് കാണാറുണ്ട്. ഇതാദ്യമായിട്ടാണോ ഷൈൻ ടീച്ചറിന് ഇങ്ങനെയൊരു ആക്രമണത്തെ നേരിടുന്നത്? എനിക്കൊന്നു ഡൈന്യൂസ് ഇത്തരം ആക്രമണങ്ങൾ നേരിട്ട് കണ്ടൊരു ശീലവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പകച്ചോ? തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലൊരു ആക്രമണം നേരിടുന്നത് ആദ്യമാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൊതുവെ സ്ത്രീകളോട് ഇപ്പോൾ നമ്മുടെ കേരളവും അതുപോലെ തന്നെ പൊതു രാഷ്ട്രീയ പ്രവർത്തകരും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചർക്കെതിരെ പോലും എത്ര മോശമായ രീതിയിലാണ് പ്രചരണം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രതീക്ഷിക്കണം പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ. കാരണം സമൂഹം അത്രത്തേക്ക് വളർന്നിട്ടില്ല. സാമൂഹ്യമായി കേരള സമൂഹം ഒട്ടേറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ, അവരെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇന്നും സോഷ്യൽ ഏജൻസ് അടക്കം അത്തരത്തിലൊരു ഒരു ഉയർന്ന നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് അങ്ങനെ മോശമായി, ഇത്ര വൾഗറായി, അതും എന്താ പറയുക, ഫുട്ബോൾ കമൻട്രി ചെയ്യുന്നത് പോലെ എൻ്റെ വീടിൻ്റെ മുറ്റത്തിരുന്ന് ഇതൊക്കെ നടക്കുന്ന നേരത്ത് ഇതൊക്കെ കാണുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ 70-70 വയസ്സെങ്കിലും ഉണ്ടാവും തോന്നുന്നു ആ മാന്യനായ വ്യക്തിക്ക്. അങ്ങനെയുള്ള കമൻട്രി ഒക്കെ വന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ. അതെ, അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനെ ഇത്തരത്തിൽ അതും BSന്റെ ഒക്കെ കാലത്ത് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് അയാളാണ്. പിന്നീട് ചില ആളുകൾ അത് ഏറ്റെടുത്തു. ഇപ്പൊ BRM ഷഫീനെയൊക്കെ പോലെയുള്ള കോൺഗ്രസിലെ ചില സ്പോക്ക് പേഴ്സൺസ് വ്യക്തമായി തെളിച്ചു പറയാതെയൊക്കെ അതിന്റെ പിന്തുണ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു, അല്ലേ? അതെ 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 അത് പിന്നെ ഈ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് അതും ഒരു നമ്മുടെ മനസ്സ് മാറാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, ഒരു ആത്മരതി ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആത്മരതിയിൽ ആറാടുന്ന ഒരു മാനസികാവസ്ഥയുള്ള കുറച്ച് മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ ഈ ഡൈന്യൂസ് പോകണം. അതുകൊണ്ട് സംശയം തോന്നിയിരുന്നോ? അതായത് ഇതൊരു കുടുംബം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഭാര്യാഭർത്തം എന്ന് പറയുമ്പോൾ, ആരെങ്കിലും ഒരുത്തനൊരു കള്ളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഉപേക്ഷിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊരു സമൂഹ മാധ്യമത്തിലെ കൊടുങ്കാറ്റ് പോലൊരു പ്രചരണമായിട്ട് വരുമ്പോൾ ഭർത്താവ് ഡൈന്യൂസിനെ വിളിച്ച് എന്താ പറഞ്ഞത്? അല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നോട് എൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞത്, ഒരു പൊതുവേദിയിൽ ഇരിക്കുകയാണ്, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ടിരിക്കണം, എന്ത് കേട്ടാലും പതറരുത്. അദ്ദേഹം ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്, കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാവാണ്, കൗൺസിലറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ എന്ത് കേട്ടാലും ടീച്ചർ പതറരുതട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്നെ കുറിച്ച് അറിയില്ലേ, എനിക്കങ്ങനെ പതർച്ചൊന്നും വരില്ല. പിന്നീടാണ് പറയുന്നത് വീട്ടിൽ വന്നപ്പോൾ. ഞാനിപ്പോൾ ഇത് വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ ഇവിടെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ
നമ്മളിപ്പോൾ 10-30 വർഷത്തെ കുടുംബജീവിതത്തിനിടയ്ക്ക് പെട്ടെന്ന് കൂടിച്ചേർന്നതല്ലല്ലോ. 10-30 വർഷം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും A to Z നമുക്ക് പരസ്പരം അറിയാമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു രീതിയും എൻ്റെ ഒരു പ്രവർത്തന ശൈലിയും. ഓക്കെ, ഈ ടീച്ചറും ഡൈന്യൂസും വിവാഹം കഴിക്കുന്നത് ഏത് വർഷമാണ്? അപ്പോൾ 30 വർഷം കഴിഞ്ഞു അല്ലേ ഈ ദാമ്പത്യം? ഞങ്ങള് 96 30 വർഷത്തെ കളിക്കാൻ പോകുന്നു. 1996 അടുത്ത വർഷം. മൂന്ന് പതിറ്റാണ്ടിന്റെ ഉറപ്പുള്ള ഒരു കുടുംബത്തെയാണ് സമൂഹ മാധ്യമം വഴി ഇവരെ തകർക്കാമെന്ന് തീരുമാനിച്ചതല്ലേ? അതെ അതെ, അവർക്കറിയില്ലല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ രണ്ടുപേരും ഏതായാലും ഇവിടെയുള്ള ഒരു പൊതുസമൂഹത്തിൽ ആളുകൾക്ക് അറിയാവുന്നവരാണ്. കാരണം ഞങ്ങളിപ്പോൾ സർവീസ് സംഘടനയിൽ ഏതാണ്ട് 25 വർഷത്തെ പ്രവർത്തനം എനിക്കുണ്ട്. ഷൈനാണെങ്കിൽ തന്നെ അധ്യാപക സംഘടനയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വരികയും പൊതുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പൊതുജനമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായി ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് തുറന്ന പുസ്തകമാണ്. അപ്പം ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ളൊരു മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. ആരെയും ഏത് രീതിയിലും അപമാനിക്കാം, അതിനെന്ത് വഴിയും സ്വീകരിക്കാമെന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണത തന്നെയാണിത് വെളിവാക്കുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഈ ഡൈന്യൂസ് ഈ വാർത്ത വരുന്നു എന്നറിഞ്ഞ സമയത്ത് ഡൈന്യൂസിന്, പ്രത്യേകിച്ച് ഷൈൻ ടീച്ചർ പിന്നെ ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഒരുപാട് ഇത്തരം വാർത്തകൾ കണ്ട് കേട്ട് പരിചയമുള്ളത് കൊണ്ടും ചിലപ്പോൾ കുറച്ചുകൂടി ഒരു മനസ്സുറപ്പുണ്ടാവും. പക്ഷേ ഡൈന്യൂസ് ഈ വാർത്ത വരുന്നു എന്ന് കേട്ടപ്പോൾ എന്താണ് മനസ്സിൽ കരുതിയത്? എന്താണ് പറഞ്ഞത് ഷൈൻ ടീച്ചറോട് ഈ വാർത്ത വരുന്ന സമയത്ത്? നിങ്ങൾ തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ടാവുമല്ലോ ആദ്യം. ഷൈൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അടുത്ത് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഷൈൻ ഇത് സംബന്ധിച്ചൊരു അറിവ് കിട്ടിയപ്പോൾ എന്നോട് വന്ന് ഷെയർ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും ബീഭത്സമായ അല്ലെങ്കിൽ ഇത്രയും ഭീകരമായ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറവൂർ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് വന്നു. അതിലാരെ വ്യക്തികളെ സൂചിപ്പിച്ചിട്ടില്ല, ഒരു കേവലപരമായ ഒരു പരാമർശമാണ്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ കുടുംബത്തിൽ എൻ്റെ മക്കളായിട്ട് ആലോചിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് വിട്ടുകളഞ്ഞേക്ക്, നമ്മുടെ പേരും ഊരൊന്നും ഇല്ലാത്തതാണല്ലോ. പക്ഷെ ഇന്നലെ രാവിലെ മുതൽ വരുന്ന ഈ മലവെള്ളപ്പാച്ചിൽ പോലെ നിരവധി പോസ്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി തീർച്ചയായിട്ടും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി, നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത്തരത്തിൽ എവിടെയോ നിർമ്മിക്കപ്പെട്ട് ഏതോ സ്ഥലത്ത് ഉണ്ടാക്കപ്പെട്ട് ഇങ്ങനെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വാഭാവികമായും നാളെയും തമ്മിൽ കാണേണ്ട ആളുകളാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. രാഷ്ട്രീയം ഇനിയുണ്ട്, നാളെ ഇത് കഴിഞ്ഞാലും നമ്മളവരെ കാണണ്ടേ, ഞങ്ങൾക്കൂടെ ജീവിക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ഇത് ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ പറവൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറവൂരിലെ രാഷ്ട്രീയം വളരെയധികം മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നവർ മനസ്സിലാക്കേണ്ടത്, അവർക്കും മക്കളുണ്ട്, അവരുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തങ്ങൾ ഈ ഒരു പൊതുമധ്യത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോശമാക്കപ്പെടുന്നത് അവരുടെ നിലപാടുകൾ തന്നെയാണെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. ഈ ഷൈൻ ടീച്ചറെ, ഇത് മുതിർന്ന നേതാക്കൾ അറിയാതെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ കാരണം, ഇത് ആദ്യം ഈ പോസ്റ്റ് വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന എന്ന പേരിലുള്ള ഒരു പേരുകാരൻ, ഒരു CK ഗോപാലകൃഷ്ണൻ, ഈ പറവൂറുകാരനാണ്, പെരുമ്പടന്നക്കാരനാണ്. അപ്പോൾ പുള്ളിയാണിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസ് ആയിട്ടുള്ള ആളുകൾ, കോൺഗ്രസ്സുകാരൻ, ഇവിടുത്തെ പഴയ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അദ്ദേഹം ഇത് ബോംബ് പൊട്ടും എന്നന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് നമ്മളൊരു വാക്ക് കേട്ടിട്ടാണല്ലോ ചില ആൾക്കാരെ തിരിച്ചറിഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് പൊട്ടും എന്ന് അന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഇതേ ബോംബ് പൊട്ടും എന്ന് ചില ആളുകളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു ദിവസം പോസ്റ്റർ വരുന്നു, പക്ഷേ ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും CPM-ൽ ബോംബ് പൊട്ടുമെന്ന് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ബോംബുകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണോ ടീച്ചർ പറയുന്നത്?
അല്ല, ഡോക്ടർ അരുൺകുമാറും മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ സംശയിക്കപ്പെടും. ഇതേ വാക്ക് തന്നെയാണ് എന്നോട് ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാവും, അദ്ദേഹം പരിചയമുള്ളൊരു നേതാവാണ്, പ്രാദേശികമായി അവിടെ നിന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ആദ്യം പോസ്റ്റർ വരുന്നു, അതിനുശേഷം നമ്മളുടെ ഭാഗത്തുനിന്ന് വേറെ പ്രതികരണമൊന്നും ഉണ്ടാവുന്നില്ല, പിന്നെ അതിന് ചിത്രം വരുന്നു, പിന്നെ വീഡിയോ വരുന്നു. ആ വീഡിയോ ഒക്കെ ചെയ്ത ആ ചേട്ടൻ, ഓ എൻ്റെ ഈശ്വര, ഇത്ര കാലം ജീവിച്ചല്ലോ മനുഷ്യരൂപത്തിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതൊന്ന് ഡോക്ടർ അരുൺകുമാർ ഒന്ന് കേൾക്കണം കേട്ടോ. അത് ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം, ഇവിടെ ചവിട്ടി പൊളിച്ചു, നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഇതറിയാം. ഇത് കാണുന്നവരെ സംബന്ധിച്ച് ഇപ്പം ഞാനത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇട്ട് തന്നു രാവിലെ. ഞാനന്ന് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഇട്ട് തന്നപ്പോൾ എനിക്കത് കാണാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ രൂപം എന്താ പറയുക, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ക്യാമറ അല്ലേ, ക്യാമറയും കൂടി എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് തിരിച്ചു വെച്ചെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വിശ്വാസ്യത കിട്ടുമായിരുന്നില്ലേ, അദ്ദേഹത്തിന് കുറച്ചുകൂടി റീച്ചും കിട്ടുമായിരുന്നു. ഞാനന്ന് രാവിലെ ഞാനന്ന് എവിടെ പോയി എന്നുള്ളതൊന്നും, ഞാൻ എവിടെ പോയിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഈ സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വീട്ടിൽ ഓണാഘോഷം നടക്കുകയാണെന്ന്. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ 2 വീട്ടുകാരൊഴിച്ച് 10-36 പേരുള്ളതിൽ എല്ലാവരും ഞങ്ങളവിടെ കൂടിയിരുന്നിട്ട് പിള്ളേരുടെ ഓരോ മത്സര പരിപാടികൾ ഇതൊക്കെ നടക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ സംഘടനയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ടൗണിൽ പോയി, തിരിച്ച് വീണ്ടും വന്നു, അതിനുശേഷം ആശുപത്രിയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇതിപ്പോൾ എനിക്കറിയാവുന്ന, എൻ്റെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ ഈ വീഡിയോ കാണുന്ന പുറത്ത് മറ്റ് ജില്ലകളിലൊക്കെ ഇരുന്ന് കാണുന്നവർ സ്വാഭാവികമായും ചെറിയൊരു സംശയം വരില്ലേ? അതാണ് ഇവരുടെ ലക്ഷ്യം. എനിക്ക് അതിനകത്തൊരു കുറ്റബോധമുള്ളത്, ടീച്ചർ ഇത് വന്ന് വിശദീകരിക്കുന്നത് പോലും ഒരർത്ഥത്തിൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു കാര്യമാണ്. കാര്യം ടീച്ചർ എവിടെ പോയി എന്ന് ഈ വഷളന്മാരുടെ വീഡിയോ സാഹചര്യമാണ് കേരളത്തിലെ സ്ത്രീകൾക്കുള്ളതെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഇനി ഓരോ ദിവസവും ഇങ്ങനെ ഇവർ പുറത്തു കൊണ്ടുവരുന്നതിന് ഞാൻ എവിടെ പോയി എന്നിങ്ങനെ പറഞ്ഞു സമൂഹത്തെ ബോധിപ്പിക്കേണ്ടി വരും. ഇത് എന്ത് നാടായി മാറുകയാണ്. അല്ല, അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന്. ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതം അന്തസ്സായി ഇവിടെ ജീവിക്കാനുള്ള അവകാശം, അത് ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളൊരു ഭരണഘടനാപരമായ അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വ്യക്തികൾക്ക് വേണം. അത് മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളൊരു ധാരണ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണം. ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളാണല്ലോ പ്രയോഗിക്കേണ്ടത്. കറക്റ്റ്. ഈ ഷൈൻ ടീച്ചർ, ഇതൊരു കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് വന്ന ആസൂത്രിതമായ നീക്കമെന്ന് തന്നെയാണ് ടീച്ചർ വിശ്വസിക്കുന്നത്? അത് കുറച്ച് നാളായിട്ട് മെനഞ്ഞ കഥയാണ്. ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ പിന്നിലായിരുന്നു ചിലരെന്നാണ് ടീച്ചർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വരും? ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ മ്ലേച്ഛമായ തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു MLA-യുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോയിസ് മെസ്സേജ് അടക്കം, അത് നിസ്സാര ലൈംഗിക ആക്രമണം മാത്രമല്ല, മറിച്ച് ഭ്രൂണഹത്യക്ക് വരെയും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഉണ്ട്. അതിന് നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ വേണ്ട, മാധ്യമങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഒരു ഇരയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു ടീച്ചർ സംശയിക്കുന്നുണ്ട് അല്ലേ? ഇത് ഈ വിഷയം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഒന്നുമില്ല, വിളിച്ചില്ല. എന്നാൽ ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളാണ്. കാരണം ഞങ്ങളുടെ MLA ആണ്. അതുപോലെ തന്നെ പൊതുപരിപാടികളിലൊക്കെ ഞങ്ങൾ പലപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് പോലും, 3-4 ദിവസം മുൻപ് പോലും ഞങ്ങൾ ഒരുമിച്ചൊരു പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴൊക്കെ പക്ഷെ പുള്ളിയും കുറേ കൂടിയും ഈ പ്രശ്നങ്ങൾ സങ്കീർണമാണ് എന്ന് പുള്ളിനെ കണ്ടാൽ തന്നെ അറിയാം. പുള്ളി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹവും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്ക് നേരിടുന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമങ്ങളിലോട്,
എന്താ ഇതെവിടെ നിന്ന് വരുന്നു, എനിക്കെതിരെയുള്ള അറ്റാക്ക് ഇവിടെ നിന്ന് വരുന്നു, ഇത് ഓരോ വ്യക്തിയില്ല മുഖമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ എന്താ കൊണ്ടു നടന്നതും നീയേ ചാത്ത, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാത്ത എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ പാലുകുട്ടി വളർത്തിയാൽ തിരിച്ച് കൊത്തും എന്നുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കറക്റ്റ് ചെയ്ത് പോകണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുപ്രവർത്തകരുടെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷേ നമ്മൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്തായാലും പാലിച്ചു പോകണം. പിന്നെ ഇതൊക്കെ കേട്ട് സ്ത്രീകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോളും എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാനുള്ള ശേഷി ഈ 70 വർഷം വരെ ജീവിച്ചിരുന്ന വ്യക്തികൾക്കൊന്നും ഇല്ലാതെ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം, വേറൊന്നുമില്ല. ഈ ഡൈന്യൂസ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഈ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം നടന്നതിന് ശേഷം ഷൈൻ ടീച്ചറോടുള്ള സ്നേഹം കുറച്ചുകൂടെ കൂടിയോ? അത് തീർച്ചയായിട്ടും വർദ്ധിക്കുന്നല്ലോ. ജീവിത പങ്കാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ഞാൻ എൻ്റെ ഭാര്യയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എൻ്റെ ചേർത്ത് നിർത്തുന്നു. ഒരു ഗതികേടൊന്ന് ആലോചിക്കും. 30 വർഷം ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവിനും ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് അല്ലേ ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു ഗതികേടിലാണ്. അതൊരു ജീവിതത്തിലെ ഒരു അല്ല, അതെന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു പുസ്തകം പ്രസന്റ് ചെയ്യാനായിട്ടൊരു എഴുത്തുകാരൻ, ഒരു നോവലിസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഖത്തറിലാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരമധ്യേ പറഞ്ഞൊരു കാര്യം, അവർക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല. അതിൻ്റെ ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ പറഞ്ഞ് രസിക്കുന്നവരുണ്ടാവാം. ഇപ്പോൾ 10-20 മിനിറ്റ് വീഡിയോ ചെയ്ത, യൂട്യൂബ് ചാനൽ ചെയ്ത ആ വ്യക്തി ഇത് പറഞ്ഞിട്ട് ആത്മരതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മാനസിക വൈകൃതമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമ്മൾ പല മേഖലയിലും 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരികമായി ഇൻവെർട്ടഡ് കോമ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, എല്ലാ ക്ലീനിങ് ഒക്കെ നമ്മൾ പുറമേ നടത്തുന്നുണ്ട്. ഈ വേസ്റ്റുകൾ മുഴുവനും മനസ്സിലേക്ക് എറിയുന്ന കുറച്ച് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ദുർഗന്ധമാണ്, ആ മനസ്സിൽ നിന്നുള്ള ദുർഗന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നത്. അത് ചില രാഷ്ട്രീയക്കാർ അത് ഉപയോഗിക്കുന്നു, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരമായ തർക്കവിതർക്കങ്ങളുടെ ഒരു മേഖലയാണ്. അതിൽ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരോട് ചേർന്ന് ഏത് രാഷ്ട്രീയ ആശയം നിലനിൽക്കുന്നുവോ അതിനെ നിലനിൽപ്പുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ കള്ളം പറഞ്ഞും മറ്റുള്ളവരെ മോശപ്പെടുത്തിയും എത്ര കാലമാണ് ഒരു പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? കള്ളം എപ്പോഴെങ്കിലും പിടിക്കപ്പെടില്ലേ? കറക്റ്റ്. ഷൈൻ ടീച്ചർ, ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോൾ നിയമ നടപടിക്ക് പോകാൻ തന്നെ ടീച്ചർ തീരുമാനിച്ചു. ഇന്നലെ അത് ടീച്ചർ പറയുകയും ചെയ്തു. പരാതി കൊടുക്കുകയല്ലേ ചെയ്യുക ഇവർക്കെതിരെ എല്ലാം? അല്ല, തീരുമാനിച്ചല്ല. അതിപ്പോ പരാതി കൊടുത്ത് ഇന്നലെ ഒരു 7 മണിയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി കൊടുത്തു. അവരിന്നലെ തന്നെ SP ഓഫീസുമായി ബന്ധപ്പെട്ട് എന്നോട് വിവരങ്ങൾ അന്വേഷിച്ചു. ഏതറ്റം വരെയും പോകും. ഈ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ചില യുവ നേതാക്കളുണ്ട്, അവർക്കെതിരെയും നടപടി ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും അതിപ്പോൾ വ്യത്യാസമുണ്ടോ? ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കാണിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണ്ടേ? നേതാവാണ് എന്ന് പറഞ്ഞാൽ ആ നേതാവിൻ്റെ ക്വാളിറ്റി കാണിക്കണ്ടേ? അതൊരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന് വേണ്ട അല്പം ഒരു ക്വാളിറ്റി കാണിച്ചില്ലെങ്കിൽ ആ നേതാവാണ് എന്ന വാക്കിന് എന്താ അർത്ഥം? അപ്പോൾ നമുക്കെതിരെ പ്രതികരിച്ച എല്ലാ ലിങ്കുകളും, കിട്ടിയിട്ടുള്ള ലിങ്കുകളൊക്കെ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്, തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം വരെയും പോകണം എന്നുള്ള വാശിയുണ്ട്. അത് പോവുക തന്നെ ചെയ്യും. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, സ്ത്രീകൾക്കാകെ. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിന് അറിയാൻ സാധിക്കും, ഞാനിപ്പോൾ ഇലക്ഷന് പരാജയപ്പെട്ട സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കുട്ടികളുടെ ക്ലാസ് റൂമിലേക്കാണ് ഞാൻ അന്ന് തന്നെ പോയത്. തോറ്റവരെ കളിയാക്കരുത്, എന്തൊരു വലിയ മെസ്സേജാണ്. അതെ, കറക്റ്റാണ്. മാത്രമല്ല, തോറ്റവരെ കളിയാക്കരുതെന്ന ഒരു കുഞ്ഞു തന്നെ. അപ്പൊ ആ മെസ്സേജ്
അതെ. അപ്പോൾ അതുകൊണ്ട് തോറ്റ ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞത്, തോൽവി ജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ തോൽവിയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന മെസ്സേജ് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തു, എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കുന്നതും. ഒരു സ്ത്രീകളും എന്തെങ്കിലുമൊക്കെ കേട്ട് പിന്തിരിഞ്ഞോടാനോ, അത് ഓടുന്നവരല്ല ജെൻസി എന്നറിയാം, എങ്കിലും അവർക്ക് ആ വ്യക്തി എന്നുള്ളവർക്ക് മാത്രമല്ലല്ലോ, സോഷ്യൽ ഏജൻസ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏജൻസ് ഇവരുടെയൊക്കെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ നീ പോകേണ്ടതില്ല, അതാ കണ്ടില്ലേ എന്ന ഒരു ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്ത് പിന്നാക്കം. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ടീച്ചറും കൂടി ആയതുകൊണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം അതായത് നിലാവുദിക്കുമ്പോൾ പട്ടികൾ കുരയ്ക്കും, പക്ഷേ നിലാവിന് ഉദിക്കാതിരിക്കാനാവില്ലല്ലോ. നിലാവ് ഉദിക്കും, പട്ടികൾ കുരച്ചുകൊണ്ടിരിക്കും. ഈ ടീച്ചറെ ഞാൻ ചോദിച്ചത്, കുട്ടികളുടെ മുന്നിൽ ഇതൊരു പാഠമായി ടീച്ചർ പറഞ്ഞു കൊടുത്താൽ എങ്ങനെയായിരിക്കും പറയുക? ഇപ്പം ഈ കുട്ടികളുടെ പേരൻസും ഒക്കെ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതൊക്കെ കണ്ട് ഒന്ന് പകച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എല്ലാവരെയും പോയി ബോധ്യപ്പെടുത്താനൊന്നും കഴിയില്ല. പക്ഷേ ഇതൊരു പാഠമായി ടീച്ചർ എങ്ങനെയായിരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? കഴിയില്ല. അല്ല, കുട്ടികൾക്ക് ഇപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്നത് പോലെ, എന്നെ എൻ്റെ മക്കൾക്ക് അറിയാവുന്നത് പോലെ, എന്നെ എൻ്റെ നാട്ടുകാർക്ക് അറിയാവുന്നത് പോലെ, ഇപ്പോൾ പറവൂർക്കാർ, ഇപ്പോൾ കോൺഗ്രസ്സിൽ പ്രാദേശിക നേതാക്കൾ വരെയും എന്നെ വിളിച്ചു, ടീച്ചറെ ഞങ്ങൾ കൂടെ ഉണ്ടിട്ടാ, ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ എന്ന് പറയുന്ന ഇവിടുത്തെ പഴയ കോൺഗ്രസ് മൂല്യമുള്ള പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്, ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ അറിയാവുന്നത് പോലെ എൻ്റെ കുട്ടികൾക്കും എന്നെ അറിയാമല്ലോ. ഇപ്പം എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവർ, അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈവൻ BJP പ്രവർത്തകർ പോലും എന്നെ വിളിച്ചിട്ട്, ടീച്ചറെ കൂടെ ഉണ്ട് കേട്ടോ, ഫൈറ്റ് ചെയ്യണോട്ടോ, പുറകോട്ട് പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അത് എൻ്റെ കുട്ടികൾക്കും അറിയാമല്ലോ. ഞാൻ അല്ലെങ്കിൽ ഡോക്ടർ പെട്ടെന്നൊരു ദിവസം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഷൈൻ ടീച്ചറും ഡൈന്യൂസും ഇനി MLA നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കാണുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ കലാപം വന്നതിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് പഴയതിനേക്കാൾ കൂടുതൽ ശക്തമായ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ഒരു അപരവിഭാഗത്ത് അപ്പുറത്തെ MLA-യും ഇരയാണല്ലോ. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ അതെ, ഞാൻ പറയുന്നത് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, പുരുഷനും ഉണ്ടില്ലേ, പുരുഷന്മാർക്കും ഇല്ലേ അന്തസ്സും അഭിമാനവും, അതുപോലെ തന്നെ അവഹേളനവും തേജോവധവും ഒക്കെ നേരിടുമ്പോൾ പുരുഷന്മാർക്കും ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്, സ്ത്രീകൾ മാത്രമല്ല. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ തന്നെ അവർക്ക് കിട്ടേണ്ട ചില മാന്യതയും ആദരവും അന്തസ്സും അവർക്ക് മാത്രമല്ല കേട്ടോ, പക്ഷെ അവർക്ക് കൂടി കിട്ടേണ്ട ഇത്തരം കാര്യങ്ങൾ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. പുരുഷന്മാരടക്കം ഇതിന് പ്രതികരിക്കണം എന്ന്. ഇപ്പോൾ ഈ മറ്റേ ആ മാന്യനായ 70 വർഷം ജീവിച്ചിട്ട് ഒരു ഗുണമില്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞതിൽ 4 MLA-മാർ ഇല്ലേ, ഈ 4 MLA-മാരും പ്രതികരിക്കണം. പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. പുരുഷന്മാർക്ക് അന്തസ്സില്ലേ, അവർക്ക് അഭിമാനമില്ലേ? ടീച്ചർ ആയതുകൊണ്ടും ഡൈന്യൂസ് ആയതുകൊണ്ടും ഇപ്പോൾ ജീവനോടെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ലൈവായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നു അല്ലേ? ഇത് താങ്ങാൻ ശേഷിയില്ലാത്തവരായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണ്. അല്ല, അങ്ങനെ താങ്ങാൻ ശേഷിയില്ലാത്തവരൊന്നും പൊതുപ്രവർത്തന രംഗത്തേക്ക് വരില്ല. അതൊക്കെ നമ്മുടെ ഒരു തെറ്റായ ധാരണയും ഒരു തെറ്റായ സന്ദേശം കൂടി കൊടുക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. മലവെള്ളപ്പാച്ചില് പോലെ ഇങ്ങനെ വരികയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആരെടുത്ത് ഇതൊരു സമയമില്ലാതെ ഇങ്ങനെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. മുഖമില്ലാത്തവർ ആദ്യം വരുന്നു, പിന്നീട് മുഖമുള്ളവർ വരുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ടീച്ചറിനെ പോലെയൊക്കെ സമൂഹ മാധ്യമത്തിൽ നിൽക്കുമ്പോൾ ഇത് വന്ന് എല്ലാവരോടും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ പൊട്ടി വരികയല്ലേ, നമുക്കൊരു പരിചയമില്ലാത്തൊരു രീതിയിലല്ലേ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അത് തീർച്ചയായിട്ടും നമ്മളിത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഷോക്ക് ഉണ്ടായി, മാനസികമായൊരു മെൻ്റൽ ഷോക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ. മനുഷ്യരല്ലേ, അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, പുരുഷന്മാരുടെ ഭാഗത്ത് അവർക്കും ഉണ്ടാവൂലേ, അവർക്കും കുടുംബവും കാര്യങ്ങളും, അവർക്കും മനസ്സുള്ളവരല്ലേ, മനസ്സും വൈകാരിക ബുദ്ധിയും ഒക്കെ ഉള്ളവരല്ലേ എല്ലാ മനുഷ്യജീവികളും. അതില്ലാത്ത കുറച്ച് പേരുണ്ട്. പക്ഷേ അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ.
പിന്നെ നമ്മുടെ പ്രസ്ഥാനം, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ കൂടെ കട്ടയ്ക്ക്, പിന്നെ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ ശൈലിയും ഇതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തെ, രാഷ്ട്രീയ പ്രവർത്തനത്തെ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റേ ആളെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ വളരുക എന്നുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആശയം. ഓക്കെ, അപ്പോൾ താങ്ക് യു ടീച്ചർ, താങ്ക് യു ഡൈന്യൂസ്. കവി പറയുന്നത് പോലെ ഊന്നുവടികളായി രണ്ടുപേരും, ഡൈന്യൂസും ഷൈൻ ടീച്ചറും, ഇനിയുള്ള കാലം വളരെ സന്തോഷത്തോടുകൂടി യൗവനം തിരിച്ചുപിടിച്ച്, യൗവനത്തിൽ തന്നെയാണ് ഇപ്പോഴും, മുന്നോട്ട് തന്നെ പോവുക. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും അതേപോലെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ സുഗന്ധം പരത്തുന്ന പൂക്കളാവുക. ഒരു കാര്യമുണ്ട് കേട്ടാ, ഡോക്ടർ അരുൺകുമാർ മറ്റേ പ്രായമുള്ള ഇത്രയും കാലം വേസ്റ്റായിട്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, അപ്പം അയാളോടൊരു നന്ദിയുണ്ട്. കാരണം എനിക്കൊരു 14 വയസ്സ് കുറച്ച് തന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് എനിക്കത് കേട്ടപ്പോൾ. അതാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ ടീച്ചർ ഒന്ന് എനർജറ്റിക് ആയിട്ടുണ്ടല്ലോ. ഒരു 13 വയസ്സ് 20 വയസ്സ് ഭർത്താവിനേക്കാൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും, ഡൈനൊരു വിഷമമുണ്ടെങ്കിൽ കൂടിയും. താങ്ക് യു. മുന്നോട്ട് തന്നെ പോകട്ടെ. താങ്ക് യു ഡൈന്യൂസ്, താങ്ക് യു ഷൈൻ ടീച്ചർ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സംഭവം. ടീച്ചറും ഡൈന്യൂസും പറഞ്ഞതിലെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഒന്നതാണ് അല്ലേ? പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, നിലാവ് അത് കണ്ട് ഭയപ്പെട്ട് ഉദിക്കാതിരിക്കില്ലല്ലോ. അതായിരിക്കണം ജീവിതം. ഇത് ആദ്യമേ പറയുന്ന ഷൈൻ ടീച്ചറല്ല, ബെട്രാൻഡസിൽ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കൾ കുരച്ചുകൊണ്ടിരിക്കും, ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടൊരു കാര്യമില്ല. ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകണം. എല്ലാവരുടെയും കാര്യത്തിൽ ബാധകമാണ് കേട്ടോ.